കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു കർത്താവ് എഫെസോസ് സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ അവിടെ സഭയുടെ ആദ്യത്തെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കുളിരാത്തവരെ അവർക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരുടെ വേഷത്തിൽ വന്നവരെ അവർ കണ്ടുപിടിച്ചതും മനസ്സിലാക്കിയതും ഒക്കെ കർത്താവ് അറിയുന്നുണ്ട്. അതിപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു. എന്നാൽ കർത്താവിനോടുള്ള വിശ്വാസത്താൽ തന്നെ ആണ് അവർ പലതും സഹിച്ചതും. കർത്താവിൻ്റെ നാമനിമിത്തം അവരുടെ സഹിഷ്ണുത ഇതെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. എങ്കിലും അവരുടെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. മനുഷ്യരുടെ ഇമോഷൻസിനൊക്കെ വേരിയേഷൻസ് ഉണ്ട്. അത് സ്നേഹത്തിലും സംഭവിക്കാം. സ്നേഹത്തിൽ നിന്ന് എന്തു ചെയ്യുന്നതിനും വാല്യൂ ഉണ്ട്, മൂല്യമുണ്ട്. സ്നേഹത്തിൽ നിന്ന് നാം എന്തു ചെയ്യുന്നതും വിശ്വാസത്തിലൂടെ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. തുടക്കത്തിൽ കർത്താവിനോടുള്ള സ്നേഹം അത് നമുക്ക് വർണ്ണിക്കാൻ കഴിയത്തില്ല. അത്ര അധികം കർത്താവിനോടുള്ള സ്നേഹം നമ്മൾ ഉളവായി. കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ, സ്ഥാനപ്പെട്ട കർത്താവിനോട് ചേർന്നപ്പോൾ, അഭിഷേകം കിട്ടിയപ്പോൾ, കർത്താവിൻ്റെ സ്നേഹാധിക്യത്തിൻ്റെ മുന്നിൽ നമ്മളെ തന്നെ സറണ്ടർ ചെയ്ത് കർത്താവ് നമ്മൾ ജീവിക്കേണ്ടതിന് കർത്താവിനെ നമ്മളിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ വിശ്വാസത്താൽ കർത്താവിൻ്റെ വേല ചെയ്യാൻ ആരംഭിച്ച നാം ഇന്ന് എവിടെ നിൽക്കുന്നു? എഫെസോസ് സഭയിൽ പ്രയത്നമുണ്ട്, പ്രവൃത്തിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ കർത്താവ് പറയുന്നു, നിൻ്റെ ആദ്യ സ്നേഹം കുറഞ്ഞുപോയി. കർത്താവിനോട് നാം എത്രമാത്രമാണ് അടുത്തിരിക്കുന്നത്? കർത്താവുമായിട്ട് നാം എത്ര സമയം ചെലവഴിക്കുന്നു? എത്ര സമയം കർത്താവുമായിട്ട് നാം സംസാരിക്കുന്നു? എത്ര സമയം ദൈവവചനം വായിക്കുന്നു? കർത്താവിൻ്റെ ശബ്ദം നാം എത്ര സമയം കേൾക്കുന്നു? ഇതിലൊക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാൻ പാടില്ല. തുടക്കത്തിലുണ്ടായിരുന്ന കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ തീവ്രത, ആ ജ്വലനം, അതിൽ നാം കണ്ടെത്തിയ സന്തോഷം, ആനന്ദം, കർത്താവിന് കൊടുത്ത ബഹുമാനം, ഭക്തി, ഇതൊക്കെ നമ്മൾ കുറഞ്ഞു പോയോ എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്ത് ആ പഴയ സ്നേഹത്തിലേക്ക്, കർത്താവിനോടുള്ള ആ പഴയ സ്നേഹത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. നാം നമ്മുടെ ആ കുറവൊന്ന് സമ്മതിച്ച് നമ്മുടെ മനസ്സ് പുതുക്കി ആ സ്നേഹബന്ധത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം.